ഹായ് നമസ്കാരം. കുറേ നാളായിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ട്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കേട്ടിരുന്ന ഒരു ന്യൂസാണ്. ഫിലിപ്പ് മമ്പാട് എന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ അറസ്റ്റിലായി എന്നുള്ള ഒരു ന്യൂസ്. അറസ്റ്റിലായത് പോക്സോ കേസിലാണ് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയം. പോക്സോ കേസിൽ മുൻ എസ് ഐയും അല്ലെങ്കിൽ സർവീസിൽ നിന്ന് വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത എസ് ഐ അറസ്റ്റിൽ എന്നും പറഞ്ഞിട്ടാണ് പല ന്യൂസ് ചാനലുകളും കൊടുക്കുന്നത്. അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കറും ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഒരു സെലിബ്രിറ്റി അറസ്റ്റിൽ എന്നുള്ള തലക്കെട്ടോടുകൂടി ഇവിടുത്തെ പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിപ്പ് മമ്പാടെന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും അറിയാമായിരിക്കും. പേഴ്സണലായിട്ടും അല്ലെങ്കിൽ പല ഇതേപോലെ മോട്ടിവേഷൻ സ്പീച്ചുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ രാവിലെ മുതൽ വൈകിട്ട് വരെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ആകർഷണീയത അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലൂടെ ശ്രദ്ധേയനായിട്ട് അത്യാവശ്യം ഒരു മോട്ടിവേഷൻ സ്പീക്കറായി മാറിയതും പിന്നെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസറായതും. അദ്ദേഹം ഞാനൊരു ദിവസം ഇതേപോലെ പേഴ്സണലി എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തെ കാണാനും ഒന്ന് രണ്ട് പ്രാവശ്യം സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്നതിലൂടെ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്തോ ഒരു ആകർഷണീയത അദ്ദേഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ന്യൂസ് വന്നപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുവരുന്ന ഒരു അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം ഇപ്പോൾ ഒരാഴ്ച ഇടവിട്ടിട്ടൊക്കെ നമ്മൾ കേട്ടുവരുന്ന പീഡന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ വളരെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തവരും അതേസമയം ഈ പറഞ്ഞ സമൂഹത്തിൽ നല്ല നിലയിൽ നടക്കുന്നവരും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ പെട്ടെന്നൊരു പീഡന കേസ് വരാം. അതിനോടനുബന്ധിച്ച് തന്നെ പറയാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചാനൽ ചർച്ചയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളൊരു ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിപ്പോകും ഇവരൊക്കെ പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഇത്തരം കേസുകൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ എടുത്തു പറയുന്നത്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നമുക്ക് പേഴ്സണലി നമുക്ക് ഒരു ഇഷ്ടമുള്ളത് കൂടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഉയരത്തിൽ വെറും ഒരു എസ് ഐ ആയിരുന്ന ഒരാൾ, എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സർക്കിളിൽ അറിയപ്പെട്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ ഒരു സർക്കിളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരാൾ പിന്നീട് അദ്ദേഹത്തെ കേരളം മൊത്തം അറിഞ്ഞു തുടങ്ങി. കേരളത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തെ അറിഞ്ഞു തുടങ്ങി, സംസാരം ഇഷ്ടപ്പെട്ടു തുടങ്ങി, സംസാരം ഫോളോ ചെയ്തു തുടങ്ങി. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. വളരെ നല്ല കാര്യങ്ങളും നല്ല രസത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു തന്മയത്വത്തോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നതിലൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ട്. ഒരു എസ് ഐ എന്നതിലുപരി എനിക്ക് തോന്നുന്നു നല്ലൊരു അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രാസംഗികനായി മാറി അദ്ദേഹം. അപ്പോൾ ജോലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാജിവൊക്കെ വളണ്ടറി റിട്ടയർമെൻറ്റ് എന്തോ ആണെന്നൊക്കെ തോന്നുന്നു, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വരുന്നു, ന്യൂസിൽ വരുന്ന എന്താണ് പീഡന ശ്രമം അല്ലെങ്കിൽ പീഡനത്തിൽ അറസ്റ്റിലായി എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാനസികമായിട്ട് കുറച്ച് ശക്തി ഒരു ഗട്ട്സുള്ള ആളായിരിക്കണം. കാരണം അത്രയും നന്നായിട്ട് അദ്ദേഹം സ്പീച്ച് ചെയ്യണതും കാര്യങ്ങളും പിന്നെ ഇതേപോലുള്ള വലിയ വലിയ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യണമൊക്കെ അദ്ദേഹമാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ചിലപ്പോൾ തളരില്ലായിരിക്കാം. എന്നിരുന്നാൽ കൂടി ഞാൻ പറയാം, നമ്മളൊരു സാധാരണ ഒരാളുടെ മാനസികാവസ്ഥയിൽ നോക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം മതി ഒരു എത്ര ഉയർത്തി പറക്കുന്ന ഒരാളായാലും ഡൗണായി നിലത്ത് വീഴാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബലമില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു മരണം, ഒരു ആത്മഹത്യ, ദീപക്കിൻ്റെ ആത്മഹത്യ നമ്മൾ കണ്ടതല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിന് നമുക്ക് എതിരെ ഒരു ആരോപണം വരുമ്പോൾ അതിൽ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ ഇപ്പോൾ പോക്സോ ഇതിലുള്ള 2025 ഒക്ടോബറിലെങ്ങാണ്ട് നടന്ന സംഭവം എന്നാണ് പറയണത്. ഇതൊന്നും വ്യക്തമായിട്ട് തെളിവുകളോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒരു ആരോപണം കേട്ടോ. പണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ അടുത്തൊരു ചാനൽ ചർച്ച പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഒരു ആരോപണ വിധേയനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമ്പോൾ 14 ദിവസം റിമാൻഡ് ചെയ്യുമ്പോൾ ശരിക്കും അദ്ദേഹം ജഡ്ജിൻ്റെ ഗസ്റ്റായിട്ട് പോകണമെന്നാണ് പറയണത്. പക്ഷേ നമ്മൾ ഗസ്റ്റായിട്ട് പോകുക എന്നുള്ളത് ഗസ്റ്റായി പോയി ചോദ്യം ചെയ്തിട്ട് തിരിച്ചു വരുന്നു. പിന്നെ അയാൾ പ്രതിയാണോ ഇല്ലയോ എന്നുള്ള കോടതി തീരുമാനിക്കണം. വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ പ്രതിയാവുള്ളൂ. അതുവരെ അദ്ദേഹം ജുഡീഷ്യറിൻ്റെ ഗസ്റ്റ് അദ്ദേഹം വെറും ആരോപണ വിധേയൻ മാത്രമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇതിലോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ജീപ്പിൽ കയറിയ പ്രതി, അതായത് അറിയാതെ ഒന്ന് ലിഫ്റ്റ് ചോദിച്ചിട്ട് ജീപ്പിൽ കയറിയാൽ പോലും
പ്രതിയായി പോകുന്ന അല്ലെങ്കിൽ പ്രതിയായിട്ട് മുദ്ര കുത്തുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും നമ്മളതിൽ. ഒരുപാട് മാറേണ്ടതുണ്ട്. അത് ചിലപ്പോൾ മാറിക്കൂടായി ഒന്നുമില്ല. ചിന്താഗതിയിലൊക്കെ പല ഇതിലും മാറ്റം വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ജസ്റ്റ് ഇത്രയും ഒരു ആരോപണം നിസ്സാരമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹം ഒരു നല്ലവനാണ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരിലും, ഇപ്പോൾ എന്നിലായി കഴിഞ്ഞാൽ നിങ്ങളായി കഴിഞ്ഞാലും ആരിലായി കഴിഞ്ഞാലും ഈ പറഞ്ഞില്ലേ, ഒരു ഉറങ്ങിക്കിടക്കണ ഒരു 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 ദുഷ്ടന് അല്ലെങ്കിൽ ഒരു സിംഹം ഉണ്ട്. അത് ഈ മാൻകുട്ടികളെ കാണുമ്പോൾ ചിലപ്പോൾ എണിക്കാൻ സാധ്യതയുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ജനറ്റിക്കലി മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ആയിട്ട് തരം തിരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആണ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വർഗത്തെ ആകർഷിക്കുക എന്നുള്ളത് മനുഷ്യന്മാരിൽ ജനറ്റിക്കായിട്ടുള്ള കാര്യമാണ്. അതായത് അത് ഏത് കാര്യത്തിൽ, ഏത് മൃഗങ്ങളിലായി കഴിഞ്ഞാലും മനുഷ്യന്മാരിലായി കഴിഞ്ഞാലും ഓപ്പോസിറ്റ് ആളെ ഒരു ആകർഷണം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ പലർക്കും അത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞവരായാലും കല്യാണം കഴിയാത്തവരായാലും ആരായി കഴിഞ്ഞാലും അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാണ്. പിന്നെ നമ്മളെല്ലാവരും അതിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേതായിട്ടുള്ള മാനസികമായിട്ടുള്ള പക്വത വന്നുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് അതിന് തയ്യാറെടുത്തുകൊണ്ടും നമുക്കറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വക കാര്യങ്ങളൊക്കെ അത്യാവശ്യം പകതിരിവുകൾ ഉണ്ട് എന്നുകൊണ്ടാണ്. അല്ലാതെ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള പോലെയല്ല നമ്മളെ മനസ്സിൽ, നമ്മളെ പോലെയല്ല മറ്റാളെ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ കാര്യത്തിൽ. കാരണം ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടെന്നാണ് അതിനർത്ഥം. അതായത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ, അതായത് ഒരു സ്ത്രീയെ ഒരു ആകർഷണം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അസുഖം തന്നെയാണ്. ജനറ്റിക് ഡിസോർഡർ ഉണ്ടല്ലോ, ഇപ്പോൾ പറയില്ലേ ഈ ഗേ ലെസ്ബിയൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു ജനറ്റിക് ഡിസോർഡർ ആണെന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ അതേപോലെ ഒന്നല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആകർഷണം തോന്നാം. പിന്നെ നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ എന്താ പറയുക, ഇപ്പോൾ ഈ പറയണ എന്താ പറയുക മൊറാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക സദാചാരം നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. അപ്പോൾ അതേപോലെ ഉണ്ടായിക്കൂടായുക എന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് നമുക്ക് ഇത്രയും നല്ലൊരു ഫേമസ് ആയിട്ടുള്ള പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരാൾ, അതും അദ്ദേഹം ഇത്രയും എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും പറഞ്ഞത്. അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ അവകാശമുള്ളൂ. അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയാൻ 100% ഉറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിനും പിന്നെ ഇപ്പോൾ ഈ പരാതിക്കാരിക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നൊക്കെ അന്വേഷണത്തിന് പുറകെ വരണം. അതിൻ്റെ തീരുമാനം എന്താണെന്നുള്ള കോടതി തീരുമാനിക്കണം. പോലീസ് തെളിവുകൾ കണ്ടെത്തണം. അതൊക്കെ അതിന് അറിയും. ഇപ്പം നിലവിൽ ഇവർക്ക് 2 പേർക്ക് മാത്രമേ സത്യാവസ്ഥ അറിയുള്ളൂ. പക്ഷേ നമുക്ക് ഇതിൽ നിന്നും ചിലതെല്ലാം ഊഹിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. സപ്പോർട്ട് ചെയ്യലെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യലല്ല അതിട്ടാ. ഇദ്ദേഹം ചെയ്യില്ല എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു 80% അല്ലെങ്കിൽ 50-ൽ കൂടുതൽ ശതമാനം നമുക്ക് ഉറപ്പുണ്ടായിരിക്കും പലർക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഉറങ്ങിക്കിടക്കണ സിംഹം വേണ്ടിയിട്ടുണ്ടോ, ഈ അതിൻ്റെ തന്നെ കണ്ടപ്പോൾ ചിലപ്പോൾ വേട്ടയാടിപ്പോയിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുനിന്നുണ്ട്, അതൊക്കെ വേറെ വിഷയം. അതൊക്കെ തെളിയിക്കേണ്ടതാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ സാധാരണക്കാരനായിട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു അടിസ്ഥാനമില്ലാത്തൊരു ആരോപണം നടണം. ഇനി അടിസ്ഥാനമുള്ളതോ ഇല്ലാത്തതോ ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിനെ എവിടെ എത്തിച്ചെന്ന് നോക്കണം. അങ്ങേരുടെ ഞാനിപ്പോൾ ഈ അദ്ദേഹം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയണത് നമ്മളൊരു ആരോപണ വിധേയനായതുകൊണ്ട് നമ്മൾ ആ കൊടുക്കുന്ന ബഹുമാനം ഇപ്പോഴും നിലനിർത്തുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു പക്ഷേ നാളെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന പീഡനം തെളിയിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞെല്ലാം വെറുതെ ആയിരിക്കും. പക്ഷേ വിശ്വാസം എന്നുള്ളൊരു നിന്നുണ്ട്. നമുക്കൊക്കെ പേഴ്സണലി നമുക്ക് ഓരോരുത്തരൊരു വിശ്വാസമുണ്ട്, അവനത് ചെയ്യില്ല, അല്ലെങ്കിൽ അവൻ കള്ളു കുടിക്കില്ല, അവൻ സിഗരറ്റ് വലിക്കില്ല. ആരെക്കുറിച്ച് അങ്ങ് പറയണത്, അതും എന്നോട് ആരെക്കുറിച്ചാണ് പറയണത് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളൊരു ഉറപ്പുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചില ഉറപ്പുണ്ടാകും പേഴ്സണലി പലരെ കുറിച്ച്. അപ്പോൾ അതേപോലുള്ളൊരു കാഴ്ചപ്പാടിൽ നമുക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് വെറും ഒരു ആരോപണം മാത്രമാണ് വന്നിട്ടുള്ളത്, തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതേപോലെ ഇതിനു മുമ്പ് കുറേ, ഇപ്പോൾ ഇതിൻ്റെ 2 ദിവസം മുമ്പാണ് ഒരു തന്ത്രിയുടെ കേസ് വന്നത്. അദ്ദേഹത്തെ അങ്ങനെക്കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ ഒരു മതിപ്പുണ്ടായിരുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെ അവർ പിന്നാമ്പുറം എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഏത് നാണയത്തിനായാലും 2 വശങ്ങളുണ്ടായിരിക്കുമെന്ന് പറയുന്ന പോലെ ഇവർക്കെല്ലാവർക്കും ചിലപ്പോൾ ഒരു പബ്ലിക് ഫിഗറിൽ ഒരു സ്വഭാവം ഉണ്ടാവും. അതായത് ഒന്നൊരു അഭിനയമായിരിക്കും. ഏത് പബ്ലിക് ഫിഗറിലുള്ള അഭിനയവും തനി സ്വഭാവം കാണണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാണ് പറയണത്. ആരും ഇല്ലാത്തപ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് നമ്മളെ തനി സ്വഭാവം. മറ്റേത് നമ്മളെ എന്താ പറയുക, നമ്മളൊരു അഭിനയം, ജനങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുകൊണ്ട് നമ്മളൊരു ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളൊരു
സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അഭിനയം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നിരുന്നാൽ കൂടിയിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ ആരോപണം സത്യത്തിൽ അടിസ്ഥാനരഹിതം ആണ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യം. അദ്ദേഹം ഇനിയിപ്പോൾ തെളിയിച്ച് പുറത്തു വരേണ്ടത് നമ്മളുടെയും കൂടി ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാണ്ടിരിക്കണം എന്നുള്ളത് കൊണ്ടിട്ടാ. ചിലർ ഞാൻ പറഞ്ഞില്ല, ചില ആൾക്കാർ നമുക്കിങ്ങനെ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസ് ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിലൊക്കെ പെട്ട ഒരാളാണ്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഈ ഒരു ആരോപണത്തിൻ്റെ ഒറ്റ പേരിൽ മാത്രം പലരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ അടിയിലായി കഴിഞ്ഞാലും ഇതേപോലെ പല അനാവശ്യമായിട്ടുള്ള കമൻറ്റുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ അനാവശ്യമായിട്ടുള്ള തെറിവിളികളും അല്ലെങ്കിൽ ചീത്ത പറച്ചിലൊക്കെ കാണാനും കേൾക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഒരാളും തന്നെ 100% പെർഫെക്റ്റ് അല്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. പലർക്കും ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന അറിയില്ല, അതേപോലത്തെ അവസ്ഥയിലുള്ളവരിന് പലരും. പിന്നെ പലരും സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കണത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്ത് നിൽക്കണത് അല്ലെങ്കിൽ ഇതേപോലെ അഭിനയിച്ച് നിൽക്കണവരുണ്ടാവും കുറേ. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം എന്താ പറയുക വ്യക്തമായിട്ട് ഒരു ധാരണ ഉള്ളവർ, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മന നിയന്ത്രണം ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കമൻ്റ് ഇടുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് തോന്നുന്നത് അവർക്ക് ചാൻസ് കിട്ടാത്തതുകൊണ്ട് നല്ല നന്നായിട്ട് നിൽക്കുന്ന ടീമുകൾ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ടീമുകൾ, അങ്ങനത്തെ ഒരു ഞാൻ ആക്ഷേപിക്കുന്നതല്ല. എന്നിരുന്നാൽ കൂടിയിട്ട് പലരുടെ സംസാരത്തിലുള്ള ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. കാരണം ഇവർ ഒരാളും നല്ല പുള്ളികളല്ലാന്നേ, ഒരാളും നല്ലതുമല്ല ഒരാൾ വടക്കുമല്ല, എല്ലാം അവനവനക്ക് തീരുമാനിക്കാവുന്നതാണ്. നമ്മളെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും കെടുക്കണ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്ത് ചാടുന്ന സമയങ്ങൾ പലരുടെയും വരും. അത് ആ ഒരു സമയങ്ങളിൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നിൽക്കണ ഒരു വീഴ്ചയില്ലാത്തവർ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കേസിൽ പെടും. അത് വേറെ വിഷയം, കേസിൽ പെടും, അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് നീങ്ങും. എന്നിരുന്നാൽ കൂടി നമ്മൾ ഈ കേസിലൊക്കെ നമ്മൾ ഇപ്പോൾ വെറും ഒരു എന്ത് കേസിലായി കഴിഞ്ഞാലും ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിനെ കുറിച്ചിട്ട് നമ്മൾ അത്രയും സോഷ്യൽ മീഡിയയിൽ കീറി മുറിച്ച് അത്രയും ഇതായിട്ട് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ആരോപണം വരുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ കേസിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ കംപ്ലീറ്റ് പടച്ചിങ്ങനെ വിടും, വെണ്ടക്ക അക്ഷരത്തിൽ അവർ വിടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി അവർക്ക് വേണ്ടത് ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു പൊട്ടിത്തെറി ഉണ്ടാവണം അവർക്ക്. എന്നാലും അവരുടെ ചാനൽ റീച്ച് ആവുള്ളൂ. ചാനൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചാനൽ നടത്തിക്കൊണ്ട് 3.5 കോടി ദിർഹം 3.5 കോടി രൂപ വേണമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ അടുത്തൊരു ചാനൽ മുതലാളി പുതിയ. അപ്പോൾ ഏകദേശം ഈ 3.5 കോടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവരുടെ ചാനൽ റീച്ച് ആവണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഇതേപോലുള്ള ബോംബുകൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കണം, എന്നാലേ റീച്ച് എന്നുള്ള സംഭവം ജനങ്ങൾ കണ്ട് റീച്ച് ആവുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ മത്സരം. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇത് ആരോപണ വിധേയൻ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഇവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ അതങ്ങോട്ട് പടച്ചുവിടും. പിന്നീട് ഇദ്ദേഹം നിരപരാധിയാണെന്ന് അറിയുമ്പോൾ ഈ എഴുതി കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ വെണ്ടക്ക അക്ഷരത്തിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിരുന്നിട്ടുള്ള പരസ്യം ഉണ്ടല്ലോ, അതിൻ്റെ മൂലക്കൽ ഒരു 100-1 വലുപ്പത്തിലെങ്കിലും കാണിച്ചാൽ മതി അവർ അദ്ദേഹം നിരപരാധിയാണ്, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞിട്ട്. ഇതുവരെ മാധ്യമ ചരിത്രത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കേസിൻ്റെ വിധി വന്ന് നിരപരാധിയായി കഴിഞ്ഞാൽ നമ്മളെ ഒരു മാധ്യമം ഇവിടെ ക്ഷമ ചോദിച്ചിട്ടില്ല. നോക്കിയതിന് നമുക്കിവിടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ, പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങളും തെറ്റായിട്ടും ഒരു മാധ്യമങ്ങളും ഇപ്പോഴും അന്ന് കൊടുത്തിരുന്നതിന് ക്ഷമാപണം ഒന്നും നോക്കി കണ്ടിട്ടില്ല. അപ്പോൾ അവർ റീച്ചിന് വേണ്ടി ഒന്നും ചെയ്യും. അത് പിന്നെ റീച്ചിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എല്ലാവരും അല്ലാട്ടായി പറയണത്. മാധ്യമങ്ങളുടെ ധർമ്മങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്, അപൂർവമായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ട് മെയിൻ ഉദ്ദേശം എന്നുള്ളത് അവർക്ക് അവരുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതിനാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ വന്ന കാര്യം അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരാളെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അദ്ദേഹം അതെങ്ങനെ റിക്കവർ ചെയ്യുന്നു ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു കമൻറ്റ് ഉണ്ട്, ഒരു പക്ഷേ ഒറ്റ കമൻറ്റ് മതി ഒരു മാനസികമായിട്ട് തളർന്നു പോകാൻ ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ കൂടി അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്മാരുടെ അവസ്ഥയും ചിന്തകളും പല സമയങ്ങളിലും ഇനിയിപ്പോൾ എത്ര വലിയ ആളായി കഴിഞ്ഞാലും എത്ര മനഃശക്തിയുള്ള ആളായി കഴിഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ കൈവിട്ടു പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പണ്ടാരോ പറഞ്ഞ പോലെ 1000 നിരപരാധികൾ
1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതല്ലോ. അപ്പം അങ്ങനെ നിരപരാധിയാവട്ടെ എന്ന് വിചാരിക്കണം നമ്മൾ. ഇനി അഥവാ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലുള്ള ശിക്ഷ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അത് ആരാ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ടതാണ്. അതിൽ തർക്കമൊന്നുമില്ല കേട്ടോ. എന്നിരുന്നാൽ കൂടി നമ്മളിപ്പോൾ തന്നെ നമ്മൾ വിലയിരുത്താൻ വരട്ടെ എന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അദ്ദേഹം കേസിലൊന്നും പെടാതെ വരട്ടെ. ഇനി അതല്ല എന്തെങ്കിലും ഇങ്ങനെ കേസിലുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഞാൻ നിരുപാധികം പിൻവലിക്കണ്ട. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരാളെക്കുറിച്ച് നമുക്കുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് നമുക്കൊരു വിലയിരുത്തലുണ്ടല്ലോ, അങ്ങനത്തെ വിലയിരുത്തലുണ്ടാ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഈ ഒരാളുടെയും എൻ്റെതൊഴികെ ബാക്കി ഒരാളുടെയും മനസ്സിലെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അത്രക്ക് എണ്ണപ്പെട്ടവരല്ലാണ്ട് ബാക്കി ആർക്കും അതിന് കഴിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും മനസ്സിനുള്ളിൽ എന്താണെന്നുള്ളതോ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതോ ഒന്നും നമുക്കറിയില്ല. എന്നിരുന്നാൽ കൂടി നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിലയിരുത്തൽ വെച്ചിട്ട് അദ്ദേഹം നിരപരാധിയായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ആവട്ടെ. അങ്ങനെ അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടാം, കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കൊരു ശുഭവാർത്ത കേൾക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായി കഴിഞ്ഞാലും ഉണ്ടായി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നീതി എല്ലായിടത്തും വേണം. നീതി വെറും പുരുഷന് മാത്രം അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് മാത്രം എന്നൊന്നുമില്ല കേട്ടോ. നീതിയുടെ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ പണ്ടാരോ പറയില്ലേ, എന്താ പറയുക, സത്യം ചെരുപ്പിടുമ്പോഴത്തേനും കള്ളം ലോകം ചുറ്റി വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നുള്ളത് പെട്ടെന്ന് അറിയാൻ സാധിക്കട്ടെ. ഓക്കെ, ബൈ.